സാരിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ആർക്കാണേലും ഇല്ലാത്തൊരു സൗന്ദര്യമൊക്കെ തോന്നും അല്ലേ? അപ്പോൾ ഇന്നിങ്ങനെ സാരി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സാരിയുടെ നിറം പോലെ കുറച്ച് പച്ചയായ സത്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പല കാര്യങ്ങളിലുള്ള പരിധി നിശ്ചയിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചാണ്. അതിപ്പോൾ നമ്മുടെ ചലനങ്ങളാവാം, നമ്മുടെ വേഗതയാവാം, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതിരോധമാകാം, ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതികരണ ശേഷിയാവാം. ഇതിൻ്റെയൊക്കെ പരിധികൾ നിശ്ചയിക്കുന്നതിൽ നമ്മുടെ വസ്ത്രധാരണത്തിന് ഒരു വലിയ പങ്കുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഉടുപ്പിടും, കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ പാവാടയും ബ്ലൗസും ഇടും, ഇനി അതിലും വലുതായി കഴിയുമ്പോഴാണ് നമ്മൾ സാരി ഉടുക്കുന്നത്. അപ്പോൾ ഈ വസ്ത്രങ്ങളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ വസ്ത്രങ്ങളെല്ലാം കാണാൻ ഭയങ്കര പ്രെറ്റിയാണ് അല്ലെങ്കിൽ വളരെ സുന്ദരമാണ്. അതേസമയം ഇതൊക്കെ നമ്മുടെ മൂവ്മെന്റ്സിനെ ലിമിറ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഉടുപ്പ് അല്ലെങ്കിൽ പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് നമ്മൾ വേഗത്തിൽ ഓടിയൊക്കെ കഴിയുമ്പോൾ ഇത് പൊങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സ്പീഡിൽ ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള യൂണിഫോംസ് വന്നു, അപ്പോഴൊക്കെ അതൊക്കെ മാറി. പക്ഷേ അതിന് മുന്നത്തെ കാര്യം ഞാൻ പറയുന്നു. ഇനി നമ്മൾ സാരിയുടെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, സാരി എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, നല്ല രസമൊക്കെയാണ്. പക്ഷേ നമ്മുടെ മൂവ്മെന്റ്സ്, നമുക്ക് കൈ ഒന്ന് ശരിക്കും പൊക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒന്ന് കുനിയാൻ പറ്റുമോ, ഇനി വേഗത്തിലൊന്ന് ഓടാനോ അല്ലെങ്കിൽ നടക്കാനോ പറ്റുമോ? ഇത് ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല. ചിലർക്കൊക്കെ ഈ സാരി എടുത്തുകൊണ്ട് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുമായിരിക്കും. അത് അവരുടെ കാര്യം, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ അതിനകത്ത് കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ എന്നെ പോലെയുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും സാരിയിൽ അത്ര കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ എല്ലായിടത്തും പിന്നൊക്കെ ചെയ്ത് സാരി കൊടുത്ത് ഇങ്ങനെ അനങ്ങാതെ നിൽക്കാം, അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ. വേറൊന്നുമല്ല, നമ്മുടെ വസ്ത്രത, പെൺകുട്ടികൾക്ക് പണ്ട് മുതലേ അലൗട്ട് ചെയ്തിരിക്കുന്ന കുറേ വസ്ത്രധാരണങ്ങൾ, അതെടുത്താൽ മാത്രമേ ഉള്ളൂ സ്ത്രീ ആവുകയുള്ളൂ, അല്ലെ പെൺകുട്ടികളാണെങ്കിൽ അത് ഇടണം, ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കുറേ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സുകളുണ്ട്. ആ ഡ്രസ്സുകൾ പലപ്പോഴും പർപ്പസ്ഫുള്ളി സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മൂവ്മെന്റ്സിനെ കുറയ്ക്കുന്നതാണ്. ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ മാല പൊട്ടിച്ചിട്ട് ഓടിയാൽ പോലും നമുക്ക് അവരെ പിടിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് പ്രതികരിക്കാനോ, നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരുടെ മുമ്പിൽ നമുക്കൊന്ന് ഡിഫെൻഡ് ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടാണ്. അത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു. എന്ന് പറഞ്ഞ് സാരി മോശമാണെന്നല്ല, വളരെ മാന്യമായൊരു വസ്ത്രം തന്നെയാണ്. നന്നായി ഡ്രസ്സ് ചെയ്താൽ മാന്യമായി ധരിക്കുന്നതും, അതേസമയം മോശമായി ഡ്രസ്സ് ചെയ്താൽ വളരെ വൾഗറായിട്ട് ധരിക്കുന്നതുമായ ഒരു വസ്ത്രം തന്നെയാണ് 5.5 മീറ്റർ നീളമുള്ള ഈ സാരി. സത്യം പറഞ്ഞാൽ മറ്റേതൊരു വസ്ത്രത്തെക്കാളും ഒരു സ്ത്രീയുടെ ആകാര വടിവ് യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നത് സാരി ഉടുക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സെക്സിയസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡ്രസ് ഇൻ ദ വേൾഡ്. സാരി വളരെ വൃത്തിയാണ്, ബ്യൂട്ടിഫുൾ ആണ്, നല്ല രീതിയിൽ നമുക്ക് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. എനിക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു വസ്ത്രം തന്നെയാണ് സാരി. അതുകൊണ്ടാണ് നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒക്കേഷൻസിലൊക്കെ ഇത് ധരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെരുപ്പാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല, പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെയൊക്കെ ചെരുപ്പുകൾ 1-2 സ്ട്രാപ്പുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരം ചെരുപ്പുകളാണ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒട്ടും തന്നെ പലപ്പോഴും കംഫർട്ടബിൾ അല്ല. അത് മാത്രമല്ല, സ്പീഡിൽ ഓടാനോ ചാടാനോ ഒന്നും പറ്റില്ല. മിക്കതിനും തന്നെ ഹീൽസ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പെൺകുട്ടികളൊക്കെ പിടിച്ചാണ് നടക്കുന്നത്. ഇതിനെയാണ് പണ്ടുള്ളവർ ഈ അന്നനട അല്ലെങ്കിൽ ക്യാറ്റ് വാക്ക് എന്നൊക്കെ, സ്ത്രീകൾ അങ്ങനെയാണ് നടക്കേണ്ടത് എന്നൊരു രീതിയിൽ എത്തിച്ചത് സത്യം പറഞ്ഞാൽ ഈ ഒരു ചെരുപ്പൊക്കെ തന്നെയാണ്. അങ്ങനത്തെ ചെരുപ്പിട്ട് കഴിയുമ്പോൾ പൊതുവേ നമ്മൾ സ്ലോ ആവും, നമുക്ക് പതുക്കെ നടക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും ഈ ചെരുപ്പ് ഊരിയിട്ട് ഡ്രൈവ് ചെയ്യേണ്ട ഗതിയാണ് പല സ്ത്രീകൾക്കും. ഈ ഹീൽസ് പതിവായിട്ട് ഉപയോഗിക്കുന്നത് വഴി സ്ത്രീകൾക്ക് നടുവിന് വേദന വരാൻ സാധ്യതയുണ്ട്. പിന്നെ ടോട്ടലി നമ്മുടെ ഒരു പോസ്റ്റർ വരെ ഡിഫറൻസ് വരും. അതുതന്നെ നമ്മുടെ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതേസമയം വൺസ് നിങ്ങൾ ജെൻസ് ഉപയോഗിക്കുന്ന തരം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് കൂളാണ്, എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും ലോക്കോമോഷൻ സാധ്യമാകുന്നത് എന്ന് ആ ചെരുപ്പുകൾ ഒന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു കാര്യമുണ്ട്, ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പുകൾ ഇടുന്നതുകൊണ്ട് തന്നെ അവരുടെ നടപ്പും ഡിഫറെൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഈ ചെരുപ്പുകൾ തന്നെയാണ് നമ്മുടെ ഒരു നടത്തത്തിൻ്റെ സ്റ്റൈല് പോലും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾ ഇങ്ങനെ നടക്കണം അല്ലെങ്കിൽ അങ്ങനെ നടക്കണം എന്നൊരു സ്റ്റൈല് പോലും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ചെരുപ്പുകളാണ്. കാരണം ഈ ചെരുപ്പുകൾ ഇട്ടാൽ ഇങ്ങനെ നടക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പണ്ടൊക്കെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ഇന്ന ചെരുപ്പിടണം എന്നൊക്കെ ഒരു നിഷ്കർഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നതിൽ. കാരണം ഒരുപാട് കാര്യങ്ങൾ നോർമലൈസ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചുരിദാർ വന്നതോടെയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു വസ്ത്രത്തിലൊരു ഫ്രീഡം വന്നത്. ചുരിദാർ കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണും, ഇവിടെ പൊങ്ങും, അങ്ങനെ ഒരു ചിന്തയേ ഇല്ല, ടെൻഷനില്ല. അതുകൊണ്ട് തന്നെ ചുരിദാർ വന്നതോടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നീട് ഒരുപാട് വസ്ത്രങ്ങൾ ഏതായാലും നമുക്ക് ഇണങ്ങുന്നുണ്ടോ, നമുക്ക് കംഫർട്ടബിൾ ആണോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി.
അത് നമ്മുടെ ഒരു മോഷൻ, നമ്മുടെ ആക്ടിവിറ്റീസിനെ തടസ്സം ചെയ്യാതിരിക്കുക, നമുക്ക് നല്ല രീതിയിൽ പ്രതിരോധിക്കാനും പ്രതികരിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതായിരിക്കണം ശരിക്കും വസ്ത്രങ്ങൾ. മറ്റു രാജ്യങ്ങളിലൊക്കെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് വസ്ത്രങ്ങളെങ്കിൽ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമുക്കിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൻഡർ അനുസരിച്ചും നമ്മുടെ കാസ്റ്റ് അനുസരിച്ചും ഒക്കെയാണ് പലപ്പോഴും വസ്ത്രങ്ങൾ വരുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു സാരി, ഓർണമെൻറ്റ്സ് ഇതൊക്കെ ധരിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ തിരിച്ച് വന്ന് കഴിഞ്ഞു ഇതൊക്കെ ഒന്ന് മാറി സാധാരണ വസ്ത്രത്തിലോട്ട് വരുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം സത്യം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സാരി വളരെ നല്ലതാണ്, ഭംഗിയുള്ളതാണ്, എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വസ്ത്രം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.